ലോകത്തിൻ്റെ ഇന്നത്തെ സ്ഥിതി അനീതിയും അഴിമതിയും സമൂഹത്തെ മുഴുവൻ ബാധിച്ചിരിക്കുന്ന ഒന്നാകുന്നു. ജനങ്ങൾ അധപ്പതനത്തിലേക്ക് താണുപോകുന്നു. സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള ആശയം തന്നെ തകർക്കപ്പെടുന്നു. ഏത് കുറ്റവാളിക്കും ഭയമെന്യേ നാട്ടിൽ നടക്കുവാൻ സ്വാതന്ത്ര്യം ഉള്ളതുപോലെയാണ് സ്ഥിതി. ജീവസന്ദേശത്തിൻ്റെ എല്ലാ കേൾവിക്കാർക്കും ഞങ്ങളുടെ സ്നേഹത്തോടെയുള്ള വന്ദനം. ദൈവം സർവഭൂമിക്കും മഹാരാജാവാകുന്നു. അവിടുന്ന് സകലത്തെയും ഭരിക്കുന്നു. നീതിയും ന്യായവും അവിടുത്തെ സിംഹാസനത്തിൻ്റെ അടിസ്ഥാനമാകുന്നു. എന്നാൽ ദൈവത്തെ ഗണ്യമാക്കാതെ ഭൂമിയിലെ രാജാക്കന്മാർ പ്രവർത്തിക്കുമ്പോൾ ദൈവം അവരുടെ രാജ്യത്വത്തിന് അവസാനം കൽപ്പിക്കുന്നു. ഉയരത്തിൽ നിന്ന് ലഭിച്ച അധികാരമാണെന്നുള്ള തിരിച്ചറിവോടെ ഭരണം നടത്തപ്പെടുമ്പോൾ ദൈവത്തിൻ്റെ ഭരണത്തിൽ പങ്കാളികളാകുവാനുള്ള അവസരമാണ് മനുഷ്യർക്ക് ലഭിക്കുന്നത്. യെശയ്യാ പ്രവചനം 10-ാം അധ്യായം. യെശയ്യാ പ്രവചനം 7-ാം അധ്യായത്തിൽ ആരംഭിച്ച് 12-ാം അധ്യായത്തിൽ അവസാനിക്കുന്ന ഒരു പ്രവചന നിരയാണ് നാം ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. യഹൂദ രാജാവായിരുന്ന ആഹാസ് ദുഷ്ടനായ ഒരു രാജാവായിരുന്നു. അവൻ്റെ ഭരണകാലത്തെ പ്രവചനങ്ങളാണ് ഇത്. ഒരു ഇരുണ്ട പശ്ചാത്തലത്തിൽ യെശയ്യാവ് നൽകുന്ന ഈ പ്രവചനങ്ങളിൽ തദ്ദേശീയമായ സാഹചര്യങ്ങളെക്കുറിച്ച് മാത്രമല്ല, യുഗങ്ങളിൽ കൂടി മുൻപോട്ട് നോക്കി ദൈവം തൻ്റെ രാജ്യം ഭൂമിയിൽ സ്ഥാപിക്കുന്നതിനെക്കുറിച്ചും പറയുന്നുണ്ട്. ദൈവവചനത്തിലെ മറ്റൊരു ശ്രദ്ധേയമായ അധ്യായമാണ് യെശയ്യാ പ്രവചനം 10-ാം അധ്യായം. വ്യക്തികളോടും രാജ്യങ്ങളോടുമുള്ള ദൈവത്തിൻ്റെ ഇടപെടലിൻ്റെ വലിയ പ്രമാണങ്ങളും പരിപാടികളും ഇവിടെ പ്രതിപാദിക്കുന്നുണ്ട്. അക്കാലത്തെ നീതിന്യായ വ്യവസ്ഥിതിയെക്കുറിച്ചുള്ള സൂചനയോടെയാണ് ഈ അധ്യായം ആരംഭിക്കുന്നത്. രാഷ്ട്രത്തിൻ്റെ അനീതി നിറഞ്ഞ നീതിന്യായ വ്യവസ്ഥിതി ജനങ്ങളുടെ സംസ്കാരത്തിലൂടെയും ദൈവത്തിൻ്റെ കഠിന ശിക്ഷാവിധിയിലൂടെയും പ്രതിഫലിപ്പിക്കുന്നു. ദൈവം തൻ്റെ ജനത്തെ വിധിക്കുവാൻ അശൂരിനെ ഉപയോഗിക്കുന്നു. അന്ത്യനാളിൽ ഇമ്മാനുവേലിൻ്റെ രാജ്യത്തിനെതിരായി വരുന്ന വടക്ക് നിന്നുള്ള രാജാവിൻ്റെ പ്രതീകമാണ് അശൂര്യർ. ഈ പ്രവചനം യെശയ്യാവിൻ്റെ കാലത്ത് അതിൻ്റെ തദ്ദേശീയമായ നിവൃത്തി കണ്ടു. സമീപഭാവിയിലെ നിവൃത്തി, എന്നാൽ അതിൻ്റെ ആത്യന്തികമായ നിവൃത്തിക്കായി ഇസ്രായേലിൻ്റെ അന്ത്യനാളുകളിലേക്ക് അത് നീങ്ങുകയാണ്. അന്നാളിൽ എന്ന് നാം വായിക്കുന്നത് ആ കാലഘട്ടത്തെ കുറിച്ചിട്ടാണ്. അന്നാളിൽ ഹർമഗദ്ദോൻ യുദ്ധത്തിനായി വടക്ക് നിന്ന് ശത്രു വരുന്ന ഭീകരമായ ചിത്രത്തോടു കൂടിയാണ് ഈ 10-ാം അധ്യായം അവസാനിക്കുന്നത്. ഒരേ കാര്യത്തിന് തന്നെ ഈ വിധത്തിലുള്ള വ്യാഖ്യാന രീതി പലപ്പോഴും കാണുന്നു എന്നത് പ്രവചന വ്യാഖ്യാനത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇസ്രായേലും ജാതികളും തങ്ങളുടെ കാലഘട്ടത്തിൽ മാത്രമല്ല, ഭാവിയിൽ യാക്കോബിൻ്റെ കഷ്ടകാലമെന്നറിയപ്പെടുന്ന മഹാപീഡനത്തിൽ സംഭവിപ്പാൻ പോകുന്ന കാര്യങ്ങളും വിശദീകരിച്ചിരിക്കുന്നു. 10-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 4 വാക്യങ്ങളിൽ അനീതിയുള്ള ന്യായാധിപന്മാരെ ദൈവം ന്യായം വിധിക്കുന്നതിനെക്കുറിച്ചാണ് നാം കാണുന്നത്. 1ഉം 2ഉം വാക്യങ്ങൾ ഞാൻ ഒന്ന് വായിക്കാം. 10-ാം അധ്യായത്തിൻ്റെ 1ഉം 2ഉം വാക്യങ്ങൾ. ദരിദ്രന്മാരുടെ ന്യായം മറിച്ചു കളവാനും എൻ്റെ ജനത്തിലെ എളിയവരുടെ അവകാശമില്ലാതാക്കുവാനും വിധവമാർ തങ്ങൾക്ക് കൊള്ളയായിത്തീരുവാനും അനാഥന്മാരെ തങ്ങൾക്കിരയാക്കുവാനും തക്കവണ്ണം നീതികെട്ട ചട്ടം നിയമിക്കുന്നവർക്കും അനർത്ഥം എഴുതി വയ്ക്കുന്ന എഴുത്തുകാർക്കും അയ്യോ കഷ്ടം. നീതികെട്ട ചട്ടം നിയമിക്കുന്നവർ, ഇവർ വാസ്തവത്തിൽ നീതിയെ പ്രതിനിധാനം ചെയ്യേണ്ടവരാണ്. എന്നാൽ ഇവർ നീതി നടത്തുന്നില്ല. എന്നാൽ മനുഷ്യൻ്റെ നീതിക്ക് പിന്നിൽ ദൈവത്തിൻ്റെ നീതിയുണ്ട്. തൻ്റെ നീതിയെ വെളിപ്പെടുത്തുവാൻ ദൈവം ഈ ഭൂമിയിൽ സ്ഥാപിക്കുന്ന സിംഹാസനത്തിനും നീതിപീഠത്തിനും മുന്നിൽ ഭൂമിയിലെ ന്യായാധിപന്മാരൊക്കെയും ഉത്തരം നൽകേണ്ടവരാണ്. അതിന് ഒട്ടും നീക്കുപോക്കില്ല എന്നോർക്കുക.
2-ാം വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ. ചോദിക്കാനും പറയാനും ആരുമില്ലെന്ന് തോന്നുന്നവരെ ചൂഷണം ചെയ്യുന്ന സ്ഥിതിവിശേഷം. ഇങ്ങനെയുള്ളവർക്ക് നീതിപീഠം തുണ നൽകേണ്ടതല്ലേ? പാവങ്ങൾക്ക്, അനാഥർക്ക്, വിധവമാർക്ക്. പക്ഷേ നീതിപീഠം അതവരെ ചതിക്കുകയാണെന്ന് ചെയ്തത്. പ്രിയ സുഹൃത്തെ, ഇത് ഇക്കാലത്തെ ചിത്രം തന്നെയാണെന്നാണോ താങ്കൾ പറയുന്നത്? ആയിരിക്കാം. മൊഴി മാറ്റി പറഞ്ഞാൽ പിന്നെ എല്ലാം നേരെയാകുന്നതായ സ്ഥിതിവിശേഷമാണല്ലോ നാം പലയിടത്തും കണ്ടുവരുന്നത്. അന്ന് എന്ന പോലെ ഇക്കാലത്തും അനീതിയും അഴിമതിയും സമൂഹത്തെ മുഴുവൻ ബാധിച്ചിരിക്കുന്നു. ജനങ്ങൾ അധപ്പതനത്തിലേക്ക് താണുപോകുന്നു. സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള ആശയം തന്നെ തകർക്കപ്പെടുന്നു. ഏത് കുറ്റവാളിക്കും നാട്ടിലൂടെ സ്വാതന്ത്ര്യമായി നടക്കുവാൻ സാധിക്കുന്ന ഒരു പരിസ്ഥിതി, നന്നായി വാദിക്കുവാൻ ഒരു വക്കീലിനെ കിട്ടിയാൽ, സ്വാധീനമുള്ള ഒരാളെ കിട്ടിയാൽ അങ്ങനെയുള്ള കുറ്റവാളികൾക്ക് സമൂഹത്തിൽ മാന്യമായി കഴിയാം. അതെ, അനീതിയുടെ പങ്ക് പറ്റുവാൻ മനുഷ്യർക്ക് മടിയില്ലാതെയായി. എൻ്റെയും നിങ്ങളുടെയും കുടുംബത്തിന് തെരുവിലൂടെ സമാധാനമായി നടക്കാൻ സാധിക്കണമെങ്കിൽ പിടിക്കപ്പെടുന്ന ഓരോ കുറ്റവാളിയും ശിക്ഷിക്കപ്പെടണം. കുറ്റവാളികൾ പലരും വിട്ടയക്കപ്പെടുന്നതായ സ്ഥിതിവിശേഷം നാം കാണുന്നു. അതെ, അത് കൂടുതൽ കൂടുതൽ ദോഷത്തിലേക്ക് സമൂഹത്തെ വലിച്ചിഴയ്ക്കുന്നു. ഒരിക്കൽ കുറ്റവാളി എന്ന് വിധിക്കപ്പെട്ടവർ കുറ്റബോധം വന്ന് മാനസാന്തരത്തിൻ്റെ ജീവിതത്തിലേക്ക് വരുമ്പോൾ ദയ തോന്നി അവർക്ക് ശിക്ഷയിൽ ഇളവ് നൽകുന്നതിനെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. കുറ്റവാളി കുറ്റവാസനയോട് തന്നെ തെറ്റായ മാർഗത്തിലൂടെ സ്വതന്ത്രനാകുന്നതിനെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഇന്ന് നമ്മുടെ നാട്ടിൽ സ്ത്രീകൾക്ക് ഇരുട്ടായാൽ തെരുവിലൂടെ തനിയെ നടക്കാൻ സാധിക്കാത്ത സ്ഥിതിവിശേഷമല്ലേ? എന്തിന് സ്ത്രീകൾ? പുരുഷന്മാർക്ക് തന്നെ അത് അപകടകരമായിരിക്കുന്നു. പ്രായമുള്ള അപ്പച്ചനും അമ്മച്ചിക്കും തനിയെ പേടിയില്ലാതെ വീട്ടിൽ താമസിക്കുവാൻ സാധിക്കാത്ത സാഹചര്യം. എന്തിന് രാത്രിയാകണം? പകൽ പോലും കൊന്നിട്ട് എല്ലാം എടുത്തുകൊണ്ടു പോകുന്നതായ സ്ഥിതി. എന്താണ് ഇതിന് കാരണം? നീതിപീഠങ്ങൾ കാര്യക്ഷമമാകുന്നില്ല. അതുകൊണ്ട് ദൈവം വിരൽ ചൂണ്ടുന്നത് അവിടേക്ക് തന്നെയാണ്. ദൈവം ഇവിടെ എടുത്തു പറയുന്നത് ദരിദ്രരുടെയും വിധവമാരുടെയും അനാഥരുടെയും കാര്യമാണ്. അവർക്ക് നീതി ആവശ്യമാണ്. പാവങ്ങളുടെയും നിരാലംബരുടെയും ശരണത്തിനായി എന്തെല്ലാം പരിപാടികളാണ് നടത്തുന്നത്. പക്ഷേ അവർക്കായുള്ള പദ്ധതികൾ തന്നെ അവരെ ചൂഷണം ചെയ്യുന്നതിനും ഉപദ്രവിക്കുന്നതിനും വേണ്ടി ഉപയോഗിക്കുന്നു. എന്താണ് ഇവിടെ പ്രശ്നം? പാവപ്പെട്ടവന് നീതി നൽകുന്ന ഒരുവൻ ദൈവം മാത്രമാണ്. വീണ്ടും പറയട്ടെ, പാവപ്പെട്ടവർക്ക് നീതി നൽകുന്നത് ദൈവം മാത്രമാണ്. ഭൂമിയിലാക്കിയിരിക്കുന്ന ന്യായാധിപതിമാർ ദൈവത്തെ പ്രതിനിധാനം ചെയ്യുന്നവരാണ്. അവർക്ക് ദൈവത്തെ പ്രതിനിധീകരിക്കുന്നവരാണെന്നുള്ള തിരിച്ചറിവില്ലെങ്കിൽ വാസ്തവത്തിൽ ന്യായാധിപൻ എന്ന സ്ഥാനത്തിന് അവർ യോഗ്യരല്ല. ദൈവത്തിൻ്റെ ഇടപെടലുകൾ പ്രമാണങ്ങൾക്ക് അനുസരണമാണ്. ന്യായാധിപന്മാർ ദൈവത്തെ പ്രതിനിധീകരിച്ചില്ലെങ്കിൽ അവർക്ക് ജനത്തെ പ്രതിനിധീകരിക്കുവാൻ കഴിയില്ല. സത്യസന്ധമായി നീതി നടപ്പാക്കുവാൻ അവർക്ക് കഴിയില്ല. 3-ാം വാക്യത്തിൽ നാം കാണുന്നത്, സന്ദർശന ദിവസത്തിലും ദൂരത്തു നിന്ന് വരുന്ന വിനാശത്തെങ്കിലും നിങ്ങൾ എന്തു ചെയ്യും? സഹായത്തിനായിട്ട് നിങ്ങൾ ആരുടെ അടുക്കൽ ഓടിപ്പോകും? നിങ്ങളുടെ മഹത്വം നിങ്ങൾ എവിടെ വെച്ചുകൊള്ളും? ദൈവം ന്യായാധിപന്മാരോട് പറയുകയാണ്, നിങ്ങൾ എന്നെ പ്രതിനിധീകരിക്കേണ്ടവരാകുന്നു. ഞാൻ നിങ്ങളെ ന്യായം വിധിക്കാൻ പോകുന്ന ഒരു ദിവസം വരുന്നുണ്ട്. അതെ, ഭൂമിയിൽ തങ്ങൾക്ക് ലഭിച്ച ഉത്തരവാദിത്വം എങ്ങനെ ഉപയോഗിച്ചു എന്നതിൻ്റെ കണക്ക് ദൈവത്തിന് മുമ്പിൽ സമർപ്പിക്കേണ്ടതായി വരും എന്ന ചിന്ത ഓരോ ന്യായാധിപനെയും ഭരിച്ചിരുന്നെങ്കിൽ സംഗതിയൊക്കെ ആകെ മാറിയേനെ. അനീതിയുള്ള ന്യായാധിപൻ അന്ന് നീതിയുള്ള ന്യായാധിപൻ്റെ മുന്നിൽ നിൽക്കേണ്ടി വരും. 4-ാം വാക്യത്തിൽ നാം കാണുന്നത്, അവർ ബദ്ധന്മാരുടെ കീഴെ കുനികയും ഹതന്മാരുടെ കീഴെ വീഴുകയും ചെയ്യുകയുള്ളൂ. ഇതെല്ലാം കൊണ്ടും അവൻ്റെ കോപം അടങ്ങാതെ അവൻ്റെ കൈ ഇനിയും നീട്ടിയിരിക്കും. നീതിയുടെ നിഷേധം സമൂഹത്തിൻ്റെ എല്ലാ തലങ്ങളിലും വ്യാപിച്ചിരിക്കുന്നു. എല്ലാവരെയും അത് സ്വാധീനിക്കുകയും അത് അധപ്പതനവും അധാർമികതയും കൊണ്ട് സമൂഹത്തെ നിറയ്ക്കുകയും ചെയ്യും. അതെ, ഇത് ഭയങ്കരമായ സ്ഥിതിവിശേഷം തന്നെ. അയ്യോ കഷ്ടമെന്ന് പറയത്തക്ക വിധത്തിൽ തികച്ചും ശോചനീയം.
ഇസ്രായേലിനെ ന്യായം വിധിച്ചതിന് ശേഷം ദൈവം അശൂരിനെ ന്യായം വിധിക്കുന്നതാണ് തുടർന്ന് നാം കാണുന്നത്. ഈ ഭാഗത്തിൻ്റെ താക്കോൽ വാക്യമാണ് ഈ 10-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം. ഇവിടെ ദൈവം ഒരു പ്രസ്താവന നടത്തുന്നു. ബൈബിളിലെ വിചിത്ര പ്രസ്താവനകളിൽ ഒന്നത്രേ ഇത് എന്ന് വായിക്കുന്ന ആർക്കും തോന്നിപ്പോകും. അനേകർക്കും ഇത് വളരെ കട്ടിയായി തോന്നുന്ന ഒരു ഭാഗമാണ്. എന്നാൽ എൻ്റെ പ്രിയ സുഹൃത്തെ, താങ്കൾക്കിത് ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ താങ്കളുടെ വിയോജിപ്പ് തീർച്ചയായും എന്നോട് അറിയിച്ചത് കൊണ്ട് ഒരു വിശേഷവുമില്ല, ദൈവത്തോട് അറിയിക്കാം. കാരണം ഇത് പറഞ്ഞത് ദൈവമാണ്. നമുക്ക് ആ വാക്യം തന്നെ ഒന്ന് നോക്കാം. 5-ാം വാക്യം, 10-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം. എൻ്റെ കോപത്തിൻ്റെ കോലായ അശൂരിന് അയ്യോ കഷ്ടം, അവരുടെ കയ്യിലെ വടി എൻ്റെ ക്രോധം ആകുന്നു. ദൈവത്തിൻ്റെ ഉദ്ദേശം ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നു. തൻ്റെ ജനമായ ഇസ്രായേലിനെ അടിക്കാനുള്ള വടിയായി ദൈവം അശൂരിനെ ഉപയോഗിക്കുമെന്നതാണത്. ഇത് വളരെ ചിന്തിപ്പിക്കുന്ന കാര്യം തന്നെയാണ്, അതിശയിപ്പിക്കുന്ന ഒരു പ്രസ്താവന. ഒരു വടിയെടുത്ത് തെറ്റ് ചെയ്തതിൻ്റെ കുട്ടിയെ ഞാൻ അടിക്കുന്നത് പോലെ ഇസ്രായേലിനെ അനുസരണം പഠിപ്പിക്കാൻ ഒരു വടിയായിട്ട് ദൈവം അശൂരിനെ ഉപയോഗിക്കുന്നു. അശൂരിൻ്റെ കൈയാൽ വന്ന നാശം ദൈവത്തിൻ്റെ കരത്താൽ എന്ന പോലെ ആയിരുന്നു. ഇന്നത്തെ മനുഷ്യന് ഇത് ദഹിക്കാൻ പ്രയാസമുള്ളൊരു പ്രസ്താവനയാണ്. പക്ഷേ അതാണ് യാഥാർത്ഥ്യം. ഓരോ ദൈവ പൈതലും ഓരോ സഭകളും ഇത് ഓർക്കണം. അനുസരണം കെട്ടി ജീവിച്ചാൽ, അതെ, ദൈവത്തെ അവഗണിച്ചാൽ അടിക്കാനുള്ള വടിയെ ദൈവം ഉയർത്തും എന്നത് തീർച്ചയാണ്. 6-ാം വാക്യത്തിൽ നാം കാണുന്നത്, ഞാൻ അവനെ അശുദ്ധമായൊരു ജാതിക്ക് നേരെ അയക്കും, എൻ്റെ ക്രോധം വഹിക്കുന്ന ജനത്തിന് വിരോധമായി ഞാൻ അവന് കൽപ്പന കൊടുക്കും, അവരെ കൊള്ളയിടുവാനും കവർച്ച ചെയ്യുവാനും തെരുവീഥിയിലെ ചെളിയെപ്പോലെ ചവിട്ടിക്കളയുവാനും തന്നെ. അശൂർ രാജാവിനെ ഇസ്രായേലിനെതിരെ അയച്ചതിൻ്റെയും ഇസ്രായേലിലെ വടക്കേ ദേശത്തെ പ്രവാസത്തിലേക്ക് അയച്ചതിൻ്റെയും ഉത്തരവാദിത്വം തനിക്ക് തന്നെയാണെന്ന് ദൈവം ഇവിടെ വ്യക്തമാക്കുന്നു. അന്ത്യനാളുകളിൽ ദൈവം ഉപയോഗിക്കുവാൻ പോകുന്ന വടക്കേ രാജ്യത്തിൻ്റെ പ്രതീകമാണ് അശൂർ. പല വേദ വ്യാഖ്യാതാക്കളും വിശ്വസിക്കുന്നത് വെളിപ്പാട് പുസ്തകത്തിലെ 13-ാം അധ്യായത്തിൽ സമുദ്രത്തിൽ നിന്നും കയറി വന്ന മൃഗത്തെയാണ് ഈ വാക്യം പരാമർശിക്കുന്നത് എന്നത്രേ. ദൈവഭയമില്ലാത്ത ജാതികളെപ്പോലും തൻ്റെ ഉദ്ദേശ നിവൃത്തിക്കായി ദൈവം ഉപയോഗിക്കുന്നു. യെശയ്യാവിൻ്റെ കാലത്ത് തൻ്റെ ജനത്തെ ശിക്ഷിക്കുവാൻ ദൈവഭയം ഇല്ലാത്ത അശൂരിനെ ദൈവം ഉപയോഗിച്ചു എന്ന് നാം കാണും. ഇനിയും 7 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് നോക്കാം. അവനോ അങ്ങനെയല്ല നിരൂപിക്കുന്നത്, തൻ്റെ ഹൃദയത്തിൽ അങ്ങനെയല്ല വിചാരിക്കുന്നത്. നശിപ്പിപ്പാനും അനേകം ജാതികളെ ഛേദിച്ച് കളയുവാനും അത്രേ അവൻ്റെ താല്പര്യം. അവൻ പറയുന്നത്, എൻ്റെ പ്രഭുക്കന്മാരൊക്കെയും രാജാക്കന്മാരല്ലയോ? കൽനോ കർക്കമിശിനെ പോലെയല്ലയോ? ഹാമാത്ത് അർപ്പാദിനെ പോലെയല്ലയോ? ശമരിയ ദമശക്കിനെ പോലെയല്ലയോ? യെരുശലേമിലും ശമരിയയിലുമുള്ളവയേക്കാൾ വിശേഷമായ ബിംബങ്ങൾ ഉണ്ടായിരുന്ന മിഥ്യാമൂർത്തികളുടെ രാജ്യങ്ങളെ എൻ്റെ കൈ എത്തിപ്പിടിച്ചിരിക്കെ ഞാൻ ശമരിയോടും അതിലെ മിഥ്യാമൂർത്തികളോടും ചെയ്തതുപോലെ ഞാൻ യെരുശലേമിനോടും അതിലെ വിഗ്രഹങ്ങളോടും ചെയ്യുകയില്ലയോ? ഇസ്രായേലിനെ ശിക്ഷിക്കുവാനുള്ള ഒരു വടിയായി ദൈവം തങ്ങളെ ഉപയോഗിക്കുകയായിരുന്നു എന്ന് അശൂർ അറിഞ്ഞില്ല. താങ്കൾ അങ്ങനെ അവരോട് ചോദിച്ചിരുന്നെങ്കിൽ അവർ അതൊട്ട് സമ്മതിക്കുകയുമില്ലായിരുന്നു. മറിച്ച് അവർ താങ്കളെ പരിഹസിച്ചേനെ. ദൈവം തങ്ങളെ പ്രേരിപ്പിക്കുകയായിരുന്നു എന്നും അത് ദൈവത്തിൻ്റെ പ്രവർത്തനമായിരുന്നു എന്നും അശൂര്യർക്ക് ഒരു ചിന്ത പോലുമില്ലായിരുന്നു. അശൂര്യർ വലിയ വിജയങ്ങൾ നേടിക്കൊണ്ടിരുന്നു. അത് അവരുടെ ശരിയായ നില കാണുവാൻ കഴിയാതെ വണ്ണം അവരെ അഹങ്കാരികളാക്കി. അവർ തങ്ങളുടെ സ്വന്തം ശക്തിയിലും തിരിഞ്ഞിടത്തൊക്കെ ലഭിച്ച വലിയ വിജയത്തിലും മതിമറന്ന ആശ്രയം വെച്ചു. ദൈവത്തിൻ്റെ വിരൽത്തുമ്പിലാണ് തങ്ങളുടെ അധികാരം എന്ന് അവർ അറിഞ്ഞില്ല. തങ്ങളുടെ ശക്തി ദൈവം കൊടുത്തത് കൊണ്ട് മാത്രമാണ് അവർക്കുള്ളത് എന്നവർ ചിന്തിച്ചില്ല. ഇന്നും ഇതുപോലെയുള്ള ഭരണകർത്താക്കളുണ്ട്. എന്നാൽ ദൈവം അവരുടെ മേൽ ഭരണം നടത്തും.
അവൻ അവരെ തൻ്റെ ജനത്തെ നേടുന്നതിനായി ഉപയോഗിക്കുക മാത്രമാണ് ചെയ്യുന്നത്. 12-ാം വാക്യത്തിൽ നാം കാണുന്നത്, അതുകൊണ്ട് കർത്താവ് സിയോൻ പർവ്വതത്തിലും യെരുശലേമിലും തൻ്റെ പ്രവൃത്തിയൊക്കെയും തീർത്ത ശേഷം ഞാൻ അശൂർ രാജാവിൻ്റെ അഹങ്കാരത്തിൻ്റെ ഫലത്തെയും അവൻ്റെ ഉന്നത ഭാവത്തിൻ്റെ മഹിമയെയും സന്ദർശിക്കുന്നു. തൻ്റെ ജനത്തെ അശൂര്യരിലൂടെ ശിക്ഷിച്ചതിന് ശേഷം ദൈവം അശൂര്യരെ ന്യായം വിധിക്കും എന്നാണ് പറഞ്ഞത്. അവർക്കതിൽ നിന്നും രക്ഷപ്പെടുവാൻ കഴിയില്ല എന്ന് ദൈവം വ്യക്തമാക്കും. ചരിത്രം ഈ വസ്തുതയെ സാക്ഷിക്കുന്നുണ്ട്. ദൈവം അവരെ ശിക്ഷിച്ചു. ഭൂമിയിലെ സകല ജാതികളെയും ദൈവം നിയന്ത്രിക്കുകയും ന്യായം വിധിക്കുകയും ചെയ്യുന്നു എന്നത്ര യെശയ്യാവ് പറയുന്നത്. അതിന് യാതൊരു വ്യത്യാസവുമില്ല. ഇനിയും അവനൊരു പ്രത്യേക ചോദ്യം ചോദിക്കുന്നത് ശ്രദ്ധിക്കൂ. 15-ാം വാക്യം, വെട്ടുന്നവനോട് കോടാലി വമ്പ് പറയുമോ? വലിക്കുന്നവനോട് ഈർച്ചവാൾ വലിപ്പം കാട്ടുമോ? അതോ പിടിക്കുന്നവനെ വടി പൊക്കുന്നത് പോലെയും മരമല്ലാത്തവനെ കോൽ പൊന്തിക്കുന്നത് പോലെയും ആകുന്നു. വനത്തിലൊരു കോടാലി കിടക്കുന്നതായി നിങ്ങളൊന്ന് ഭാവന ചെയ്യുക. വനത്തിൽ കൂടി നിങ്ങൾ നടന്നു പോവുകയാണ്. വെട്ടി വീഴ്ത്തപ്പെട്ടിരിക്കുന്ന ഒരു വലിയ മരത്തിൻ്റെ അടുത്തെത്തിയപ്പോൾ അതാ ഒരു ശബ്ദം. ശ്രദ്ധിച്ചപ്പോൾ ആരോ പറയുന്നു, നോക്കൂ, ഈ വലിയ മരം ഞാനാണ് വെട്ടി താഴെയിട്ടത്. താങ്കൾ തിരിഞ്ഞു നോക്കിയപ്പോൾ ആരെയും അവിടെ കാണുന്നില്ല, മനുഷ്യരെയൊന്നും കാണുന്നില്ല. അവിടെ ഒരു കോടാലി മാത്രം കിടക്കുന്നു. അതാണ് താങ്കളോട് പറഞ്ഞത് എന്ന് ശബ്ദം കൊണ്ട് നിങ്ങൾ തിരിച്ചറിഞ്ഞു. അപ്പോൾ കോടാലിയോട് നിങ്ങൾ തിരിച്ചു ചോദിച്ചു എന്നിരിക്കട്ടെ, നീ എന്താണ് അർത്ഥമാക്കിയത്? ഈ മരത്തെ നീ വെട്ടിയിട്ടെന്നാണോ നീ ഉദ്ദേശിച്ചത്? അപ്പോൾ കോടാലി വീണ്ടും പറയുന്നു, മരം ഇതാ കിടക്കുന്നു, ഞാനത് വെട്ടിയിട്ടു, വേറെ ആരെയും ഇവിടെ നീ കാണുന്നില്ലല്ലോ. അപ്പോൾ നിങ്ങൾ പറയും, അത് കൊള്ളാം, ആരെങ്കിലും നിന്നെ ഉപയോഗിച്ചിരിക്കും, അല്ലെങ്കിൽ നിനക്കത് കഴിയുകയില്ലല്ലോ. അശൂരിൻ്റെ കാര്യത്തിലും സംഭവിച്ചത് ഇതായിരുന്നു. ദൈവം രാഷ്ട്രങ്ങളെ ഉപയോഗിക്കുന്നു. ദൈവത്തിൻ്റെ നടത്തിപ്പിനും കർത്തൃത്വത്തിനും ആഗ്രഹിക്കുന്ന ഏവരും ഇക്കാലത്ത് മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയാണിത്. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്ന് ഭൂരിപക്ഷത്തിൻ്റെ താല്പര്യമാണ് എല്ലായിടത്തും നടപ്പിലാകുന്നത്, അല്ലേ? എന്നാൽ അത് ദൈവത്തിൻ്റെ ഇഷ്ടമാണോ എന്ന് ആരും ചിന്തിക്കുന്നില്ല. ദൈവഹിതം മാനിക്കുന്നവർ ഇന്നും ന്യൂനപക്ഷമാകുന്നു എന്ന് മറക്കരുത്. ഒരു ന്യൂനപക്ഷത്തിൽ ആയിരുന്നിട്ട് കൂടി ജോൺ നോക്സ് എന്ന മഹാൻ പറഞ്ഞു, ദൈവത്തോടൊപ്പമുള്ള ഒരുവൻ ഭൂരിപക്ഷത്താകുന്നു എന്ന്. താങ്കൾ ദൈവത്തിൻ്റെ പക്ഷത്താകുന്നുവെങ്കിൽ യഥാർത്ഥത്തിൽ താങ്കൾ ഭൂരിപക്ഷത്ത് തന്നെയാണ്. നാം ദൈവത്തിൻ്റെ പക്ഷത്ത് തന്നെയാണോ എന്ന് ഉറപ്പാക്കേണ്ടത് ഇന്ന് വളരെ വളരെ ആവശ്യമായിരിക്കുന്നു. കാരണം ദൈവമാണ് ഈ പ്രപഞ്ചത്തെ ഭരിച്ച് നടത്തുന്നത്. അവനെ കോപിപ്പിക്കുന്നത് ഭയങ്കരമായിരിക്കും. അശൂര്യർ ചിന്തിച്ചു, അവർക്ക് ശക്തിയുണ്ട്, സ്വാധീനമുണ്ട്, സൈന്യമുണ്ട്, എന്നാൽ അവർ കേവലം ദൈവത്തിൻ്റെ കയ്യിലെ ഒരു ആയുധം മാത്രമായിരുന്നു എന്നവർ ഒരിക്കലും കരുതിയില്ല. എന്നാൽ സത്യം അതായിരുന്നു. മഹാപീഡന കാലത്തെക്കുറിച്ചും ശേഷിപ്പിൻ്റെ സൂക്ഷിപ്പിനെക്കുറിച്ചുമാണ് ഇനി നാം ചിന്തിക്കുവാൻ പോകുന്നത്. മഹാപീഡന കാലത്തെ യഹൂദരുടെ ഒരു ശേഷിപ്പിനെക്കുറിച്ചുള്ള ഒരു ദർശനമാണ് അടുത്ത വാക്യത്തിൽ നാം കാണുന്നത്. ഞാനത് വായിക്കാം. 20ഉം 21ഉം വാക്യങ്ങളാണ് ഞാൻ ഇനിയും വായിക്കാൻ പോകുന്നത്. 10-ാം അധ്യായത്തിൻ്റെ 20ഉം 21ഉം വാക്യങ്ങൾ. അന്നാളിൽ ഇസ്രായേലിൽ ശേഷിച്ചവരും യാക്കോബ് ഗൃഹത്തിലെ രക്ഷിത ഗണവും തങ്ങളെ അടിച്ചവനെ ഇനി ആശ്രയിക്കാതെ ഇസ്രായേലിൻ്റെ പരിശുദ്ധനായ യഹോവയെ പരമാർത്ഥമായി ആശ്രയിക്കും. ഒരു ശേഷിപ്പ് മടങ്ങി വരും. ഷെയാർ യാശൂബ്, യാക്കോബിൻ്റെ ശേഷിപ്പ് വീരനാം ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരും. ഈ വാക്യത്തിൻ്റെ യഥാർത്ഥ അർത്ഥം നാം കാണുവാൻ പോകുന്നു. ഈ വാക്യത്തിൽ അശൂരുമായി ബന്ധപ്പെട്ട സമീപകാല സംഭവങ്ങൾക്കപ്പുറമായി അന്നാളിനെ യെശയ്യാവ് കാണുകയാണ്. ആ നാൾ എന്നത് നാം കണ്ടതുപോലെ കർത്താവിൻ്റെ നാളാണ്. അത് മഹാപീഡനത്തോടെ ആരംഭിക്കുന്ന കാലഘട്ടമാണ്. ഇത് യഹൂദയെ ആശ്വസിപ്പിക്കുന്ന ഒരു വാക്കായിരിക്കുന്നു. ഇനിയും നാം കാണുന്നത് ഹർമഗദോൻ യുദ്ധത്തെക്കുറിച്ചുള്ള ദർശനമാണ്.
യെശയ്യാവ് വീണ്ടും അന്നാളിലേക്ക് വരികയാണ്. 27 മുതൽ 32 വരെയുള്ള വാക്യങ്ങളിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ നീണ്ട ഭാഗം നമുക്കൊന്ന് വായിക്കാം. 27 മുതൽ. അന്നാളിൽ അവൻ്റെ ചുമട് നിന്റെ തോളിൽ നിന്നും അവൻ്റെ നുകം നിന്റെ കഴുത്തിൽ നിന്നും നീങ്ങിപ്പോകും. പുഷ്ടി നിമിത്തം നുകം തകർന്നു പോകും. അവൻ അയ്യാത്തിലെത്തി മിഗ്രോനിൽ കൂടി കടന്ന് മിക്മാസിൽ തൻ്റെ പടക്കോപ്പ് വെച്ചിരിക്കുന്നു. അവർ ചുരം കടന്നു, ഗേബയിൽ രാപാർത്തു. റാമ നടുങ്ങുന്നു, ശൗലിൻ്റെ ഗിബയ ഓടിപ്പോയി. ഗല്ലീം പുത്രി ഉറക്ക നിലവിളിക്ക. ലയേശേ ശ്രദ്ധിച്ച് കേൾക്ക. അനാഥോത്തെ ഉത്തരം പറക. മത്മോന ഓട്ടം തുടങ്ങിയിരിക്കുന്നു. ഗബീം നിവാസികൾ ഓട്ടത്തിന് വട്ടം കൂട്ടുന്നു. ഇന്ന് അവൻ നോബിൽ താമസിക്കുകയും യെരുശലേം ഗിരിയായ സിയോൻ പുത്രിയുടെ പർവ്വതത്തിൻ്റെ നേരെ അവൻ കൈകുലുക്കുന്നു. ഈ പേരുകളൊക്കെ വായിക്കുന്നത് വളരെ നല്ലതാണ്. ഇതിൻ്റെ അർത്ഥം കൂടി അറിഞ്ഞിരിക്കുന്നത് അതിലും നല്ലതാണ്. പ്രവചനത്തിൻ്റെ വളരെ ശ്രദ്ധേയമായ ഒരു ഭാഗമാണിത്. ഭൂമിശാസ്ത്രപരമായി ചില സ്ഥാനങ്ങളെ ഇത് എടുത്തു കാണിക്കുന്നുണ്ട്. അവയൊക്കെയും യെരുശലേമിന് വടക്കുള്ളതും അശൂർ ഉപയോഗിച്ച വഴികളുമാണ്. ഭാവിയിൽ വടക്ക് നിന്നും വരുവാനുള്ള ആക്രമണത്തെയും ഇത് സൂചിപ്പിക്കുന്നു. മാഗോഗിൻ്റെ മണ്ണിൽ നിന്നാണ് ശത്രു വരുന്നത്. യെഹെസ്കേൽ പ്രവചനം 38ഉം 39ഉം അധ്യായങ്ങൾ അത് വ്യക്തമാക്കുന്നുണ്ട്. ഇവിടെ എടുത്തു പറയുന്ന സ്ഥലങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. യെരുശലേമിൽ നിന്ന് 15 മൈൽ വടക്കുള്ള സ്ഥലമാണ് അയ്യാത്ത്. മിഗ്രോൻ എന്ന സ്ഥലം അയ്യാത്തിന് തെക്കാണ്. ഫെലസ്തീനയുടെ മേൽ യോനാഥാൻ വിജയം നേടിയത് അവിടെ വെച്ചാണ്. ശമൂവേലിൻ്റെ 1-ാം പുസ്തകം 14-ാം അധ്യായത്തിൽ നാം അത് കാണുന്നുണ്ട്. ഗേബ, റാമ എന്നിവ യെരുശലേമിന് 6 മൈൽ വടക്കുള്ള സ്ഥലങ്ങളാണ്. അനാഥോത്ത് കേട്ടിട്ടില്ലേ? യെരുശലേമിൽ നിന്നും ഏകദേശം 3 മൈൽ വടക്കാണ്. ഇവിടെ നിന്നാണ് നമ്മുടെ പ്രവാചകനായ യിരെമ്യാവ് വന്നത്. ലയേശെ പലസ്തീനിൻ്റെ വടക്കേ അറ്റത്ത് ദാൻ ഗോത്രത്തിൽപ്പെട്ട സ്ഥലമാണ്. മത്മേന യെരുശലേമിന് വടക്കുള്ള സ്ഥലമാണ്. ഗബീം മിക്കവാറും യെരുശലേമിന് വടക്കാണ്. നോബ് ഇവിടെ പറഞ്ഞിരിക്കുന്ന അവസാനത്തെ സ്ഥലമാണ്. അത് യെരുശലേമിന് വടക്കായി സ്ഥിതി ചെയ്യുന്നു. വടക്ക് നിന്ന് ശത്രു വരുമെന്നും അത് യെരുശലേമിനെ തോൽപ്പിച്ച് നിർവീര്യമാക്കുമെന്നും ഈ ഭാഗം വ്യക്തമാക്കാം. ഇനി ഞാൻ 33-ാം വാക്യം കൂടി വായിക്കാം. സൈന്യങ്ങളുടെ യഹോവയായ കർത്താവ് കൊമ്പുകളെ ഭയങ്കരമായി മുറിച്ചു കളയും. പൊക്കത്തിൽ വളർന്നവയെ അവൻ വെട്ടിയിടുകയും ഉയർന്നവയെ താഴ്ത്തുകയും ചെയ്യും. എന്നാൽ ദൈവം തൻ്റെ ജനത്തെ ഒടുവിൽ രക്ഷിക്കുമെന്ന് താൻ പറയുന്നു. ഞാൻ വിശ്വസിക്കുന്നത് തൻ്റെ രാജ്യം സ്ഥാപിക്കുന്നതിനായി കർത്താവായ യേശുക്രിസ്തു വീണ്ടും വരുന്നതിനെയാണിത് സൂചിപ്പിക്കുന്നത്. 34-ാം വാക്യം, ഈ 10-ാം അധ്യായത്തിൻ്റെ ഒടുവിലത്തെ വാക്യം, അവൻ വനത്തിലെ പള്ളക്കാടുകളെ ഇരുമ്പായുധം കൊണ്ട് വെട്ടിക്കളയും. ലെബാനോനും ബലവാന്റെ കൈയാൽ വീണുപോകും. ബലവാൻ എന്നിവിടെ പറയുന്നത് കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് തന്നെയാണ്. അവൻ ഈ ഭൂമിയിൽ വരുമ്പോൾ സകല അധികാരങ്ങളും അവന് കീഴ്പ്പെട്ടിരിക്കും. എല്ലാ മുഴങ്കാലും അവൻ്റെ മുൻപിൽ മടങ്ങും എന്ന് വചനം പറയുന്നു. എത്ര വലിയ ഒരു ശുശ്രൂഷയാണ് അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇന്നും ചെയ്യുന്നത്. അവൻ തൻ്റെ രാജ്യം സ്ഥാപിക്കുവാൻ പോകുന്നു. അത് നാം മനസ്സിലാക്കി നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കേണ്ടതുണ്ട്. പ്രാർത്ഥിക്കാം. കർത്താവേ, അവിടുത്തെ വചനം ഞങ്ങളെ പഠിപ്പിക്കുന്ന മഹത്തായ സത്യങ്ങൾ ഞങ്ങൾ ഗ്രഹിക്കാനും അതനുസരിച്ച് ജീവിക്കുവാനും അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. ഇന്ന് ഈ വചനം ശ്രദ്ധിച്ച എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. ദൈവകൃപയിൽ അധികമായി വർദ്ധിച്ചു വരുവാൻ നിൻ്റെ കുഞ്ഞുങ്ങൾക്ക് നീ കൃപ നൽകണമേ. ഞങ്ങളോട് അവിടുത്തെ വചനം സംസാരിച്ച വിധത്തിൽ ഞങ്ങളുടെ ജീവിതം ക്രമീകരിപ്പാൻ അവിടെ ഞങ്ങളെ ബലപ്പെടുത്തിക്കാണ്. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സകല അധികാരങ്ങളും ദൈവത്താൽ നൽകപ്പെടുന്നതാകയാൽ മനുഷ്യൻ ശ്രേഷ്ഠ അധികാരങ്ങൾക്ക് കീഴടങ്ങുവാനാണ് ബൈബിൾ ഉപദേശിക്കുന്നത്. റോമർക്കെഴുതിയ ലേഖനം 13-ാം അധ്യായത്തിൽ നമുക്കത് കാണുവാൻ കഴിയുന്നു. അധികാരത്തോട് മറുക്കുന്നവൻ ദൈവവ്യവസ്ഥയോട് മറുക്കുന്നു എന്നാകുന്നു
അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദൈവഭയത്തിൽ അധികാരങ്ങൾക്ക് ദൈവത്തിൻ്റെ ജനം കീഴ്പ്പെട്ടിരിക്കുമ്പോൾ ദുഷ്ടരായ ഭരണാധികാരികളുടെ വിഷയം ദൈവം ഏറ്റെടുക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ജനത്തിൻ്റെ കഷ്ടതയും കരച്ചിലും കണ്ടും കേട്ടും മിസ്രൈമിലേക്ക് ഇറങ്ങി വന്ന സർവശക്തനായ ദൈവത്തിൻ്റെ ചരിത്രം നമുക്ക് സുപരിചിതമാകുന്നു. ദൈവവ്യവസ്ഥകൾക്ക് കീഴ്പ്പെട്ടിരിക്കുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ.